നിയമത്തിന്റെ ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ ലോ എന്ന് പറയുന്നതിലേക്ക് വന്നതിന് ശേഷം നല്ലോണം ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടുണ്ടോ? നമ്മൾ ലോ എന്ന് പറയുന്നത് നമുക്ക് ഭാഷ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഇപ്പോൾ ഞാൻ ഇൻ്റർനാഷണൽ ലോയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് ഫിന്നിഷ് ലോ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഭാഷ അതിനനുസരിച്ച് അഡ്വാൻസ് ലെവൽ വേണ്ടി വരും. ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലെ കോഴ്സുകൾ അതുപോലത്തെ നിയമ കോഴ്സുകൾ ഞാൻ പഠിക്കുകയും മാസ്റ്റേഴ്സ് ഇപ്പോൾ ചെയ്യുന്ന ഹ്യൂമൻ റൈറ്റ്സിലാണ് തോന്നുന്നു അല്ലേ? അതെ, ഇൻ്റർനാഷണൽ ലോ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. അങ്ങനെയാണെങ്കിൽ അതിനൊരു ചാൻസ് ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് പ്രാക്ടീസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികളിൽ നമുക്ക് ഒരു ജോലി കിട്ടാനായിട്ട് ഇത്തരത്തിലുള്ള കോഴ്സുകൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും. ആദ്യം നമ്മൾ ഏത് സെക്ഷനിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്ന് നമ്മൾ തന്നെ ഒരു ഫോക്കസ് ചെയ്യണം. അപ്പോൾ ഇപ്പം കോർപ്പറേറ്റ് മേഖല നേരെ വന്ന് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കാൻ ശ്രമിക്കരുതെന്ന് അർത്ഥം ഇല്ല, തീർച്ചയായിട്ടും അത് നടക്കത്തില്ല. അപ്പം നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്ക് യുണൈറ്റഡ് നേഷൻസിൻ്റെ കീഴിലുള്ള ഓർഗനൈസേഷനിലുള്ള അവിടെ ജോലി നോക്കാൻ ഇതുപോലുള്ള മാസ്റ്റേഴ്സ് തീർച്ചയായും സഹായം ചെയ്യും.